നമസ്കാരം. വൺ ആൻഡ് ഓൺലി സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സഞ്ജുവിന് പകരം ആ താരത്തെ കൊണ്ടുവരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. ഏഷ്യ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ സഞ്ജു സാംസന്റെ റോള് എന്തായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് T20 നായകനായ സൂര്യകുമാർ യാദവ്. പരിശീലകൻ ഗൗതം ഗംഭീറിന് സഞ്ജുവിൻ്റെ റോളിനെ പറ്റി കൃത്യമായ ഐഡിയ ഉണ്ടായിരുന്നു. ശുഭ്മാൻ ഗില്ലിനെയും ജിതേഷ് ശർമ്മയെയും ഉൾപ്പെടുത്തിയതോടെ സഞ്ജുവിൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്നാണ് പലരും ചിന്തിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ഏത് പൊസിഷനായാലും സഞ്ജു ടീമിൽ വേണമെന്ന കാര്യത്തിൽ ഗൗതം ഗംഭീറിന് വ്യക്തതയുണ്ടായിരുന്നു. സഞ്ജുവിനെ കളിപ്പിക്കില്ലെന്ന് ഒരിക്കൽ പോലും എനിക്കും തോന്നിയിട്ടില്ല. ആദ്യ പരിശീലക സെഷൻ മുതൽക്കേ സഞ്ജു നെറ്റ്സിലുണ്ടായിരുന്നു. ഞാനും ഗൗതം ഭായിയും കൂടി സഞ്ജുവിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. അവസാന 15 T20കളിൽ മികച്ച പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റമുണ്ടായേക്കാമെന്നും പന്തുകൾ കുറച്ചു മാത്രമായിരിക്കും കിട്ടുകയെന്നും ഞങ്ങൾ സഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് അത് ടീമിന് ആവശ്യമാണെന്നും എപ്പോൾ ബാറ്റ് ചെയ്യാനിറങ്ങിയാലും അത് ടീമിനെ പ്രയോജനകരമാക്കണമെന്നും സൂര്യകുമാർ പറഞ്ഞു. ഏഷ്യ കപ്പിൽ 4 ഇന്നിങ്സുകളിലായി 132 റൺസാണ് സഞ്ജു നേടിയത്. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും ശേഷം ഇന്ത്യയ്ക്കായി ഏറ്റവും കുറവ് ഇന്നിങ്സുകളിൽ നിന്നും കൂടുതൽ റൺസ് നേടിയ താരമാണ് സഞ്ജു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.